അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു സ്വിച്ച് കേസ് എന്നുള്ളതാണ്. അതോടൊപ്പം അതിൻ്റെ കൂടെ തന്നെ എന്താണ് ബ്രേക്ക് എന്നുള്ളതും കൂടി നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് ചെയ്യുന്നുണ്ട്. ബ്രേക്കിനായിട്ട് നമ്മൾ വേറൊരു എക്സാമ്പിൾ കൂടി ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സ്വിച്ച് കേസ് നോക്കാം. ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാണ്. include stdio.h. എന്താണ് ഈ ഹെഡർ ഫയൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാതാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം പോയി വാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇൻറ്റ് മെയിൻ കൊടുത്തു. അതിനുശേഷം ഞാനൊരു നമ്പർ ഡിക്ലെയർ ചെയ്യണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നം ഈസ് ഈക്വൽ ടു 4. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു സ്വിച്ച് കേസ് കൊടുക്കുകയാണ്. അതിൽ ഞാൻ ഈ നമ്പറിനാണ് നമ്മൾ സ്വിച്ച് കേസ് കൊടുക്കണേ. സോ സ്വിച്ചിൻ്റെ പാരന്തസിസ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, ഈ നമ്പർ കൊടുക്കണം. അതിനുശേഷം കേസ് 1, ആ കേസ് 1ൽ നമ്മളൊരു പ്രിൻ്റ് എഫിൽ കേസ് 1 കഴിഞ്ഞിട്ടൊരു കോളൻ ഇടണം. എന്നിട്ട് അതിനകത്ത് കേസ് 1 ഈസ് എക്സിക്യൂട്ടഡ്, കേസ് 1 ഈസ് എക്സിക്യൂട്ടഡ്. അതേപോലെ തന്നെ കേസ് 2 ഈസ് എക്സിക്യൂട്ടഡ്. ഈ കേസ് 1ന് ശേഷം ഒരു ബ്രേക്ക് കൊടുക്കണം. എന്നിട്ട് അടുത്ത കേസ് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ പ്രിന്റ് എഫിൽ കേസ് 2 എക്സിക്യൂട്ടഡ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇത് നമ്മൾ ഈ ഒരു സ്വിച്ച് കേസ് മെയിൻലി പൊതുവെ ഈ ഹോട്ടൽ സോഫ്റ്റ്വെയർസ്, അതേപോലെ തന്നെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന ടൈപ്പ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഈ ഒരു സ്വിച്ച് കേസ് യൂസ് ചെയ്യാറുണ്ട്. കേസ് 2 എക്സിക്യൂട്ടഡ്, അതേപോലെ തന്നെ അത് ബ്രേക്ക് ചെയ്യാം. ഇനി കേസ് 3 കൊടുക്കാം. പ്രിന്റ് എഫിൽ കേസ് 3 എക്സിക്യൂട്ടഡ്, കേസ് 3 എക്സിക്യൂട്ടഡ്. ഡിഫോൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് എഫിൽ കേസ് 3 എക്സിക്യൂട്ടഡ് എന്ന് കൊടുത്ത് ഇനി ഡിഫോൾട്ടായിട്ട് ഒരു കേസ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഡിഫോൾട്ട് കൊടുത്തിട്ട് പ്രിന്റ് എഫിൽ എന്ത് ചെയ്യണം, ഡിഫാൾട്ട് കേസ് ഈസ് എക്സിക്യൂട്ടഡ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കേസ് ഈസ് എക്സിക്യൂട്ടഡ്. നമ്മളിപ്പോൾ ഹോട്ടൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, നോ ഓപ്ഷൻസ് ആർ സെലക്റ്റഡ് എന്നോ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡിഫാൾട്ടിൽ കൊടുക്കുക. അപ്പോൾ ഡിഫാൾട്ട് കേസ് ഈസ് എക്സിക്യൂട്ടഡ്. ഓക്കെ, എന്നിട്ട് ബ്രേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ എന്താ, ഇൻറ്റ് നമ്പർ, അതായത് നമ്മൾ നമ്പർ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻറ്റിലാണ് ഡിക്ലെയർ ചെയ്യുക, ഇൻറ്റിജർ. അപ്പോൾ ഡിഫാൾട്ട് കേസ് ഈസ് എക്സിക്യൂട്ടഡ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്, നമ്മൾ ഈ നമ്പറിനനുസരിച്ചാണ് ഈ കേസ് വരുന്നത്. ഇപ്പോൾ നമ്പർ 4 കൊടുത്തപ്പോൾ കേസ് 1ഉം കേസ് 2ഉം കേസ് 3ഉം കേസ് 4 ഒരു കേസ് ഇവിടെ ഇല്ല. അപ്പോൾ ഡിഫാൾട്ട് കേസാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 2 കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കോഡ് റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് കേസ് 2 ഈസ് എക്സിക്യൂട്ടഡ് എന്നാണ്. ഇവിടെ 1 കൊടുക്കുകയാണെങ്കിൽ കേസ് 1 ആണ് എക്സിക്യൂട്ട് ആവുക. സപ്പോസ് 1 കൊടുക്കുകയാണെങ്കിൽ കേസ് 1 ഈസ് എക്സിക്യൂട്ടഡ് വരും. ഇതൊന്നും അല്ലാത്ത നമ്പർ, ഈ കേസിൽ വരാത്ത നമ്പർ കൊടുക്കുമ്പോഴാണ് ഡിഫോൾട്ട് കേസ് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസാണ് സ്വിച്ച് കേസ് എന്ന് പറയുന്നത്. ഇത് പലതരത്തിലുള്ള എക്സാമ്പിൾ നമ്മൾ വേറെ രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. സ്വിച്ച് കേസും കാര്യങ്ങളൊക്കെ, കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4 കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു യൂസർ എടുത്തുനിന്ന് വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ട് ഈ സ്വിച്ച് കേസിനൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം.
അപ്പോൾ ഇൻറ്റ് നം കൊടുത്ത് അതിന് ശേഷം printfൽ enter the case to be executed, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, സ്കാൻഎഫിൽ ആംപർസെൻഡിൽ എന്ത് കൊടുക്കണം, ആംപർസെൻഡിൽ ഈ ഒരു നമ്പറാണ് നമ്മൾ സ്വിച്ച് കേസ് ആയിട്ട് കൊടുത്തത്. അപ്പോൾ ആംപർസെൻഡിൽ നമ്പർ കൊടുക്കണം. എന്നിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ പ്രശ്നം, ഓക്കെ ഇനി ഒന്ന് റൺ ചെയ്യാം. അവിടെ എൻ്റർ ദ കേസ് ടു ബി എക്സിക്യൂട്ടഡ്, ഏത് കേസാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. അപ്പോൾ അതിലിപ്പോൾ ഞാനൊരു 4 കൊടുക്കുകയെന്ന് കിട്ടുക. അപ്പോൾ ഡിഫാൾട്ട് കേസാണ് എക്സിക്യൂട്ട് ചെയ്തത്, കാരണം 4 ഇവിടെ കേസ് ഇല്ല, 4ാമതൊരു കേസ് ഇവിടെ ഇല്ല. ഇനി വീണ്ടും ഞാൻ റൺ കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഉദാഹരണം 2 കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ കൊടുക്കുകയാണെങ്കിൽ കേസ് 2 ഈസ് എക്സിക്യൂട്ടഡ് ആണ്, അതായത് കേസ് 2 ഇവിടെ ഉണ്ട്, ആ കേസ് 2 ആണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വിച്ച് കേസിന് കൂടെ തന്നെ ബ്രേക്കും ഉണ്ട്, അതായത് ഓരോ കേസ് കഴിയുമ്പോഴും ഒരു ബ്രേക്ക് കൊടുക്കണം. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഓരോ എക്സാമ്പിളായിട്ട് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ്. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്തിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഞാനൊരു നമ്പർ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റ് നം ഈസ് ഈക്വൽ ടു 4, അതേപോലെ തന്നെ ഇൻറ്റ് നം ഈസ് ഈക്വൽ ടു ഒരു 6. എന്നിട്ട് ഞാനിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, അതായത് num1 ഈക്വൽസ് num2. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. printfൽ ഈ കണ്ടീഷന് ശരിയാണെങ്കിൽ ആദ്യം എന്താണ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ട്രൂ ആണ് എന്നിട്ട് ഫാൾസ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് printfൽ അല്ലെങ്കിൽ ട്രൂ എന്ന് കൊടുക്കാം, ട്രൂ. അതേപോലെ തന്നെ ഒരു കോളൻ ഇട്ടിട്ട് അടുത്തൊരു, ഇങ്ങനെയാണ് ഈ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുക. printfൽ എന്ത് ചെയ്യുക, ഫാൾസ് എന്ന് കൊടുക്കാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനെയാണ്. എന്നിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. എന്താ പ്രശ്നം, ഇൻറ്റ് നം ഈസ് ഈക്വൽ ടു 4. നമ്മള് ഒരേ നമ്പറിൽ തന്നെയാണ് ഡിക്ലെയർ ചെയ്തത്, സോറി. അപ്പോൾ ഒന്ന് num1 ഒന്ന് num2. എന്നിട്ട് റൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വന്നു വെച്ചാൽ 4ഉം 6ഉം ഈ ഒരു ലൈന് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സ് ഓരോ നമ്പർക്ക് അസൈൻ ചെയ്ത് വെച്ചു. num1ക്ക് 4 അസൈൻ ചെയ്തു, num2ക്ക് 6 അസൈൻ ചെയ്തു. എന്നിട്ട് ഇവിടെ num1 ഈക്വൽ num2, അതായത് നമ്പർ ഒന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈക്വൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ആദ്യം പ്രിന്റ് ചെയ്യേണ്ടത് ട്രൂ, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രിന്റ് ചെയ്യേണ്ടത് ഫാൾസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ 4ഉം 6ഉം വേറെ വേറെ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതിവിടെ പ്രിന്റ് ചെയ്തത് എന്താണ്, ഫാൾസ് ആണ്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ 4 തന്നെ കൊടുക്കുകയാണ്, എന്നിട്ട് കോഡ് റൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ലഭിച്ചത് ട്രൂ ആണ്, അതായത് ഈ ഒരു 4ഉം ഈക്വൽ ആണ്. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഇത് ട്രൂ ആയി. ആദ്യം പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് കണ്ടീഷൻ ശരിയാണെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതല്ലെങ്കിൽ കണ്ടീഷന് ഫാൾസ് ആയാൽ പ്രിന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതിപ്പോൾ ഞാൻ ഉദാഹരണം ഞാൻ നേരെ തിരിച്ചു കൊടുക്കാം, ഫാൾസ് എന്ന് കൊടുക്കാം. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പുറത്ത് ട്രൂ കൊടുക്കാം. എന്നിട്ട് ഈ ഒരു 4ഉം 4 ഈക്വൽ ആണ് ചെക്ക് ചെയ്യാം. കണ്ടില്ല, ഇവിടെ ഫാൾസ് ആണ് വന്നത്, കാരണം ട്രൂ ആണ് വരേണ്ടത്. കാരണം എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു ഇതിന്റെ ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇവിടെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തതിനു ശേഷം ആദ്യം ഈ ഒരു കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ പോകുന്നത് ഇവിടേക്കാണ്, അതായത് ട്രൂ പ്രിന്റ് ചെയ്യുന്ന ഇവിടെയാണ്.
കണ്ടീഷൻ റോങ് ആണെന്ന് പ്രിന്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ കണ്ടീഷൻ ശരിയാണെന്ന് പ്രിന്റ് ചെയ്യുന്നത് ആദ്യം, കണ്ടീഷൻ റോങ് ആണെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് ഈ ഒരു കോളത്തിന് ശേഷം. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്തത് കണ്ടീഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബ്രേക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ സ്വിച്ചിനോട് കൂടെ ബ്രേക്ക് ചെയ്തു. ഇനി ബ്രേക്ക് ഒന്ന് സെപ്പറേറ്റ് എന്താണെന്നുള്ളത് നമ്മളൊന്ന് പ്രോഗ്രാം ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെയിം ഡിക്ലെയർ ചെയ്യണം. അതായത് ഒരു ഇൻഡെക്സ് വാല്യൂ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇത് ഫോർ ലൂപ്പിലിട്ടിട്ട്, എന്താണ് ഫോർ ലൂപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ തൽക്കാലം സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ഐ എന്നുള്ള വാല്യൂ ഞാൻ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ ടോട്ടലായിട്ട് ഒരു വലിയ വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ 1 മുതൽ 10 വരെ വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം. അതേപോലെ കുറെ വാല്യൂ ഇൻപുട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നെയിം തന്നെ കുറെ പ്രാവശ്യം പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതാണ് ഈ ഫോർ ലൂപ്പിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ഐ എന്ന് പറയുന്നത് 1 സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഐ എവിടെ വരെ പോകണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഐ 5 വരെ എന്ത് ചെയ്യണം? വാല്യൂ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇൻക്രിമെന്റ് ചെയ്യണം എന്ന് കൊടുക്കുന്നത് അടുത്ത സെമിക്കോളത്തിന് ശേഷം ഐ പ്ലസ് പ്ലസ്. അതായത് ഈ ഫോർ ലൂപ്പിൽ ഈ ഐ എന്ന് പറയുന്ന വാല്യൂ 1 സ്റ്റാർട്ട് ചെയ്തു, ഐ 5 വരെയാണ് മൂവ് ചെയ്തത്, ഐ പ്ലസ് പ്ലസ് അതായത് ഇൻക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐ 1 തുടങ്ങി 5 വരെയാണ് ഐ ഓടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ പ്രിന്റ് ഓഫിൽ ഈ ഐ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. %d കോമ ഈ ഒരു ഐ പ്രിന്റ് ചെയ്യണം. നോർമലായിട്ട് ഐ പ്രിന്റ് ചെയ്യുമ്പോൾ 1 2 3 4 5 നോർമലായിട്ട് ഈ ഒരു ഐ പ്രിന്റ് ആയി. ഓക്കെ, അപ്പൊ അതിനിടയിൽ ഈ ഒരു ബ്രേക്ക് യൂസ് ചെയ്യണം. എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഇഫിൽ ഒരു കണ്ടീഷൻ കൊടുത്ത്, ഇഫ് ഐ ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. ഐ ഈസ് ഈക്വൽ ടു 4. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രേക്ക് എന്ന് കൊടുക്കാം. എന്നിട്ട് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. ബ്രേക്ക് അപ്പൊ ഇനി ഇവിടെ ബ്രേക്കിന്റെ റോൾ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ ഫോർ ലൂപ്പിൽ ഈ ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു നമ്പർ നമ്മളിവിടെ പ്രിന്റ് ചെയ്തു. ഇനി ഫോർ ലൂപ്പ് നിങ്ങൾ ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ അകത്ത് ഈ ഒരു എന്ത് ചെയ്യാം? വാല്യൂ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഫ് ഐ ഈസ് ഈക്വൽ ടു 4 എന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് കൊടുക്കുക. എന്നിട്ട് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ്? അത് 4 വരെയാണ് പ്രിന്റ് ചെയ്തത്. അതായത് നമ്മൾ കൊടുത്തത് 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തത്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവിടെ 4 വരെയാണ് പ്രിന്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 6 കൊടുക്കുകയാണെന്ന് വെക്കുക. എന്താ അവിടെ സംഭവിച്ചത്? കാരണം 6ക്ക് എത്തൂല. കാരണം 5 വരെയാണ് നമ്മൾ ഈ ലൂപ്പ് പോകുന്നുള്ളൂ. ഈ 5ന് ശേഷമുള്ള ഏത് നമ്പർ നമ്മളിവിടെ കൊടുത്താലും അത് വർക്ക് ചെയ്യില്ല. പക്ഷെ നമ്മളിപ്പോ ഈ 5ന് താഴെയുള്ള ഇപ്പോൾ 2 വരെയാണ് എനിക്ക് ഇവിടെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു ഇഫിൽ ഐ ഈസ് ഈക്വൽ ടു 2 കൊടുക്കുക. എന്നിട്ട് ബ്രേക്ക് കൊടുക്കുക. അപ്പോൾ 1ഉം 2 ആണ് ഇവിടെ പ്രിന്റ് ആയത്. ഈ ഇഫും ബ്രേക്കും ഇല്ലാതെ പ്രിന്റ് ചെയ്യുമ്പോൾ മൊത്തത്തിലായിട്ട് ഇവിടെ അത് പ്രിന്റ് ആവുന്നതുമാണ്. അപ്പൊ ഇതിനോട് കൂടെ തന്നെ ഇനി നമ്മൾ പറയുന്നത് എന്താണ് കണ്ടിന്യൂ. ഇപ്പൊ ഈ ബ്രേക്കിന് പകരം ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പൊ ഈ കണ്ടിന്യൂ എന്താണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഞാനിപ്പോ ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. അപ്പൊ എന്താണ്? നമ്മൾ ഈ ഇഫിൽ ഒരു കണ്ടീഷൻ കൊടുത്ത് വെച്ചിട്ട് എന്തായില്ല, ആ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ 1 2 3 4 5 വരെ പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഐക്ക് എന്ത് കൊടുത്താലും പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു 1 to 5 വരെയാണ് പ്രിന്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ബ്രേക്കിലാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടെങ്കിലും അതെന്താവും? നമ്മൾ നോർമലി ഏത് ലൂപ്പ് വരെയാണോ കൊടുത്തിട്ടത് അതുവരെ പ്രിന്റ് ആവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഗോ ടു എന്നുള്ളതാണ്. ഗോ ടു എന്ന് പറയുമ്പോൾ അത് ഒരു നമ്മൾ ഈ വലിയ, അതായത് നമ്മളിപ്പോ ഒരു വെൽക്കം മെസ്സേജ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാൾ സൈൻ ചെയ്യാണ്, ഒരു ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്കൊരു ഗ്രീറ്റിംഗ്സ് തരും. അപ്പൊ നിങ്ങളെ നെയിമൊക്കെ വെച്ചിട്ട്
ഐസ് ഓഫ് വൺ, വെൽക്കം ടു അവർ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ അങ്ങനത്തെ വലിയ വലിയ കേസിലൊക്കെയാണ് ഇത് മെയിൻലി കൊടുക്കുക. അപ്പോൾ ചെറിയ കേസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻറ്റ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പ്രിന്റ് എഫിൽ ഹായ് വെൽക്കം ടു ജസ്റ്റ് ഇവിടെ ഒരു വെൽക്കം ടു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഒരു ഗോ ടു കൊടുക്കാൻ പോകണം. ഗോ ടു. എന്നിട്ട് ഈ ഗോ ടുവിൽ ഇപ്പൊ നമ്മൾ ഇൻറ്റ് ഡിക്ലെയർ ചെയ്യുന്ന പോലെ ഗോ ടു എന്നിട്ടൊരു നമുക്ക് എന്ത് വേണമെങ്കിലും ആ ഒരു പേര് അതിൻ്റെ ഒരു പേര് കൊടുക്കാം. എന്താണ് ലേബൽ 1 എന്ന് കൊടുക്കാം. ലേബൽ 1. അപ്പൊ ഞാൻ ഗോ ടുവിൽ ലേബൽ 1 ഡിക്ലെയർ ചെയ്തു. ഇനി എനിക്ക് ഹായ് വെൽക്കം ടു എന്താണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പേര് കൊടുക്കാം. വെൽക്കം ടു എന്താണ് സാഫ് ബൈനറീസ് എന്ന് കൊടുക്കാം. സാഫ് ബൈനറീസ്. ഈ സാഫ് ബൈനറീസ് എന്ത് ചെയ്യണം, എനിക്ക് ഈ ഹായ് വെൽക്കം ടു എന്നുള്ളതിനോട് കൂടെ എനിക്ക് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഈ ഗോ ടു ഡിക്ലെയർ എന്തിനാന്ന് വെച്ചാൽ ഈ ലേബൽ 1 എന്ന് കൊടുത്തിട്ട് അവിടെ ഒരു എന്ത് ചെയ്യുക, ഒരു കോളം കൊടുക്കുക. എന്നിട്ട് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുക. ഓക്കെ, സാഫ് ബൈനറീസും സെമി കോളൻ ടു എന്നിട്ടൊന്ന് പ്രിന്റ് ചെയ്യാം. അപ്പോൾ എന്താ വന്നത്, ഹായ് വെൽക്കം ടു സാഫ് ബൈനറീസ്. നിങ്ങൾക്ക് ഇത് സ്പേസിംഗ് ഒന്ന് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മുമ്പത്തെ പ്രിന്റിങ്ങിൽ ഹായ് വെൽക്കം ടു എന്നുള്ളിടത്തൊരു സ്പേസ് കൊടുക്കുക, എന്നിട്ട് റൺ കൊടുക്കുക. അപ്പോൾ ഹായ് വെൽക്കം ടു സാഫ് ബൈനറീസ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഞാൻ ബേസിക് ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് തരുന്നത് എന്താണ് ഗോ ടു എന്നുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ചെറിയ ടോപ്പിക് കൂടെ ഉള്ളൂ, എന്താണ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടേണിൽ ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് ചെയ്യാം. അതിനായിട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഫംഗ്ഷൻ അതേപോലെ തന്നെ പാരാമീറ്റേഴ്സ്, അത് ഞാൻ ഇനി വയ്യ വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ തൽക്കാലം എത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇൻറ്റ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേര് കൊടുക്കാം, ഇൻറ്റ് മൾട്ടിപ്ലൈ. നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് പാരാമീറ്റർ വൈ ഇൻറ്റ് എ ഒരു നമ്പർ, അതായത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 2 വാല്യൂസ് ആണല്ലോ, ഇൻറ്റ് ബി. ആ 2 വാല്യൂസ് അതിനെ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ പിന്നെ ഈ 2 വാല്യൂസിന് എ സ്റ്റാർ, അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ എ സ്റ്റാർ ബി. അപ്പോൾ ഈ ഒരു റിട്ടേൺ അവിടെ കൊടുത്തിട്ടു. ഇനി ഞാൻ നോർമലായിട്ട് ഒരു ഇൻറ്റ് മെയിൻ ഡിക്ലെയർ ചെയ്യണം. അതായത് ഇവിടെയാണ് നമ്മൾ ഈ കോഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കുറച്ച് താഴോട്ട് വന്നിട്ട് നോർമലി നമ്മൾ സാധാരണ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. ഇൻറ്റ് മെയിൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്ത് അതിൽ z ഈസ് ഈക്വൽ ടു ഞാൻ എന്താ കൊടുക്കുന്നത്, മൾട്ടിപ്ലൈ. അതായത് മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നെയിമാണ്, ഇതേ നെയിമാണ്. ഇവിടെ പാരന്തസിസ് ഓപ്പൺ ചെയ്തിട്ട് എക്കൊരു വാല്യൂ ഇപ്പം ഞാനൊരു 5 കൊടുക്കുകയാണ്. അതേപോലെ കോമട്ടിട്ട് 2 കൊടുക്കുക. അപ്പോൾ ഈ 5 ഉദ്ദേശിക്കുന്നത് ആരെയാണ്, ഈ ഇൻറ്റ് എനെയാണ്. ഓക്കെ, ഈ 2 ഉദ്ദേശിക്കുന്നത് ആരെയാണ്, ഇൻറ്റ് ബിനെയാണ്, രണ്ടാമത്തെ നമ്പറാണ്. കോമ ഇട്ടതിന് ശേഷം രണ്ടാമത്തെ നമ്പർ. ഈ മൾട്ടിപ്ലൈ എന്നുള്ള നെയിം ഈ സെറ്റിക്ക് നമ്മൾ അസൈൻ ചെയ്ത് വെച്ചും ചെയ്തു. ഇനി എനിക്ക് വാല്യൂ പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് എഫിൽ എന്ത് ചെയ്യണം, ഞാൻ ഈ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യാണ്. ദ ആൻസർ ഈസ് എന്താണ്, ആൻസർ ഈസ് കോമട്ടിട്ട് ഞാനിപ്പോൾ സെഡ് ഇവിടെ പ്രിന്റ് ചെയ്യാം. സെഡ്ക്കാണ് അസൈൻ ചെയ്ത് വെച്ചത്, അതുകൊണ്ട് കോമട്ടിട്ട് സെഡ് ആണ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് റൺ കൊടുക്കുക. അവിടെ എന്താ പ്രശ്നം, നമ്മളൊരു സെഡ് കൊടുക്കുമ്പോൾ എന്താണ് ആ സെഡ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഇൻറ്റിൽ കൊടുക്കുക. നമ്പർ ആണല്ലോ അസൈൻ ചെയ്ത് വെക്കുന്നത്. ഒരു വാർണിംഗ് ഉണ്ട്,
ജസ്റ്റ് വാണിംഗ് ഇഗ്നോർ ചെയ്യാം. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ദ ആൻസർ ഈസ് %d കൊടുക്കാം. ഓക്കെ, അതായത് ആൻസർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ്. ആ പ്രിന്റ് ചെയ്യേണ്ട ഇൻറ്റിജർ എന്ന് പറയുന്നത് z ആണ്. സോ ആ z ഇവിടെ കൊടുത്തിട്ടു. ഇവിടെ നമുക്ക് ഇപ്പം ആൻസർ കിട്ടിയത് 5 2 ആണ്. 5 2 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം നടക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് പാരാമീറ്റർ വഴി നമ്മൾ 2 വാല്യൂസ് പിന്നെ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അത് റിട്ടേൺ ഈ വാല്യൂസ് കൊണ്ട് എന്താണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, നമുക്കിപ്പോൾ ഇവിടെ എന്താണ് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ 5 + 2. അതായത് ആക്ച്വലി ഇവിടെ മൾട്ടിപ്ലൈ എന്ന് കൊടുക്കുമ്പോൾ വർക്കിംഗ് പോകുന്ന